ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പിയിലായിരിക്കുന്നറിയാം. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ ആയി ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയലുണ്ട്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇതേപോലെ ബീച്ചിൽ വന്നിട്ട് ഒരു കുഞ്ഞ് ജേർണലിങ് ചെയ്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടേനി. അത് ഇതിനെക്കാട്ടി ചെറുതേനി. അന്നത്തെ വീഡിയോയിൽ പക്ഷേ നമ്മൾ ബീച്ച് തീമിലല്ലേ ഇനി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ബീച്ച് തീമിൽ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ജേർണലിങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു ബീച്ചിൽ വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തിരമാലകൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി നിന്നാൽ തന്നെ നമ്മൾ ഭയങ്കര കാമാവും. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ ജേർണലിങ് ചെയ്യാട്ടോ. ഞാൻ ബീച്ച് തീമിലാണ് ചെയ്യണത്, നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ്, പിന്നെ പാറ്റേൺ പേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ പോയി ഇരുന്നപ്പം എന്തൊക്കെയാണോ തോന്നിയത് ചെയ്യാൻ, ആ ഒരു ഐഡിയക്കാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഔട്ട്ഡോറിലായിട്ട് പോയി ഇരുന്നിട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എന്നും വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് ബോറടിക്കല്ലോ. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ബീച്ചിൽ ഇരുന്നിട്ട് ബീച്ച് തീമിൽ ചെയ്യണമെന്ന്. ഇതിന് മുന്നൊക്കെ നമ്മൾ ബീച്ചിൽ പോയിട്ട് കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ചെയ്തിട്ടുണ്ടേനി. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനി. നമ്മൾ ബീച്ചിൽ നിന്ന് ചെയ്തിട്ടുള്ള ബീച്ച് തീമിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കണം. അന്ന് ബീച്ച് തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ചാനലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതിയല്ലോ. നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇതേപോലെ പുറത്തൊക്കെ പോയിട്ട് ചെയ്യുമ്പം സംഭവം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എടുത്ത് കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കാണാൻ രസമുണ്ടാവും. നല്ല ലൈറ്റിംഗ് ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ സംഭവം സെറ്റാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു പേജിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലുള്ളതും കൂടി ചെയ്യാട്ടോ. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് ബീച്ച് തീമിക്ക് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കീറി കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റാർ ഫിഷിന്റെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് ആ ഒരു പേജിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേജ്. ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ഔട്ട്ലുക്ക് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അതേപോലെ ചെയ്യാം. നമ്മളെ തോട്ട്സ് ഇമോഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ളതാണ് ജേർണലിംഗ്. നമ്മളെ ഇതൊക്കെ മറിച്ച് നോക്കാൻ പോണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. അടിയിലായിട്ട് ചെറിയ ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയ പാറ്റേൺ പേപ്പറും കൂടി കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടിച്ച ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. ഭംഗിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ബീച്ച് തീമിൽ ചെയ്തത് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ആയിട്ട് എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തായാലും നമ്മൾ ഇതുവരെ വന്നതാണല്ലോ, ഇവിടെ ഇരുന്ന് ചെയ്യാണല്ലോ, ഒരു പേജും കൂടി ചെയ്യാ ചേച്ചി. ഒരൊറ്റ ഒരു പേജിൽ മാത്രമേ ചെയ്യാൻ കേട്ടോ.
അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യൊരു പാറ്റേൺ പേപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് തോന്നുന്ന മാതിരി നമ്മളൊരു ഇഷ്ടത്തിന് നമ്മളൊരു ഐഡിക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നത്തെ കാര്യം നമ്മൾ ചെയ്യുമ്പം എൻജോയ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എൻജോയ്മെന്റ് ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 2 പേജസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിലിരുന്നിട്ട് നമുക്ക് ഇതേപോലെ ജേണൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ബീച്ചിൽ വന്നിരുന്നിട്ട് ചെയ്യാൻ പറ്റിയതുണ്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ അതേപോലെയൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള 2 ജേണൽസ് പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയാസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇതേപോലെയുള്ള നിങ്ങളെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാലോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ ബീച്ചിൽ പോയിരുന്നിട്ട് കസിൻസിന്റെ കൂടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് ബീച്ച് തീമിൽ അല്ലാന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാട്ടോ. അതേപോലെ നമുക്ക് രസമായിട്ട് ബീച്ചിലൊക്കെ പോയിരുന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2-3 ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാട്ടെ ഇത്. ഇങ്ങനെ നമുക്ക് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാം. ഈ ഒരു നടുവിലുള്ള ഫോട്ടോക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസ് ഒക്കെ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.